നീ അറിഞ്ഞില്ലല്ലോ, ഒരു ഉഗ്രൻ കഥാപാത്രം ലാൻഡ് ചെയ്തിട്ടുണ്ട് ഇവിടെ. ഒരു കാര്യം ചെയ്യട്ടെ, തുറന്നു പറയൂ, ഹൃദയം തുറന്ന് മനസ്സ് തുറന്നു. ഇപ്പം ആക്ടർ ആക്ട്രസ് എന്ന് പറയണ്ട, ആക്ടർ എന്ന് പറഞ്ഞാൽ മതി. അതെന്താ ആക്ട്രസ് എന്ന് പറയാൻ പറ്റാത്ത? ദാസപ്പോ എന്നെ ശരിക്കൊന്ന് ശ്രദ്ധിച്ചേ. എന്റെ പെരുമാറ്റത്തില് എന്തെങ്കിലും പന്തികളുണ്ടോന്ന് ഒന്നും നോക്കിക്കേ. ആക്ടർ എന്ന് പറയണ്ട, ആക്ട്രസ് എന്ന് പറഞ്ഞാൽ മതി. ആക്ടർ എന്ന് പറയാതെ ആക്ട്രസ് എന്ന് പറഞ്ഞാൽ പോരെ. എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. ആക്ടർ എന്നാകുമ്പോ രണ്ടും പുരുഷനായാലും സ്ത്രീയായാലും ഒരുപോലെയാണ്. അതെങ്ങനെ ഇപ്പൊ ആക്ട്രസ് എന്ന് പറഞ്ഞാൽ എന്താ അതാവാത്തെ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ആക്ടർ എന്ന് പറഞ്ഞാൽ മതി, അതിൽ സ്ത്രീയും പെടും പുരുഷനും പെടും. വിദ്യാർത്ഥി എന്ന് പറഞ്ഞാൽ മതി, അതിൽ സ്ത്രീയും പെടും പുരുഷനും. പറയും വിദ്യാർത്ഥിനി എന്ന് പറയുക, അപ്പൊ അതിൽ സ്ത്രീയും പുരുഷനും പെട്ടോട്ടെ. 3 ഭർത്താവിന് 2 ഭാര്യ, 2 ഭാര്യക്ക് 1 ഭർത്താവ്. ഈ കരക്കു തരം ചൊല്ലുവാൻ പോരാമോ? ഇല്ലെങ്കിൽ ഇല്ലില്ല സമ്മാനം. അല്ല, പക്ഷെ ആക്ടർ എന്ന് പറയുമ്പോൾ അത് ന്യൂട്രലാണ്. പക്ഷെ ആക്ട്രസ് എന്ന് പറയുമ്പോൾ ഒരു ജെൻഡറിനെ സൂചിപ്പിക്കുന്നു. അതുകൊണ്ടാണ് ആക്ടർ എന്ന് പറഞ്ഞാൽ ആണായാലും പെണ്ണായാലും ജെൻഡറിനെ സൂചിപ്പിച്ചോട്ടെ, അതങ്ങനെ ഇരുന്നാ മതി. ഇപ്പൊ താക്കോൽ അവിടെ ഉണ്ട്. മരുന്ന് അവിടെ വെച്ചേക്ക്, അവിടെ വെക്കട്ടെ, അവിടെ വെക്കട്ടെ, അവിടെ വെച്ചേക്ക്, അവിടെ വെച്ച് പോ.